ഹേ ഓൾ, വെൽക്കം ടു സാൻവീസ് വ്ളോഗ്സ്. സോ ഇന്ന് ഒരു മിനി വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് വെട്ടുകാട് ചർച്ച് വരെ പോകാൻ പോവാം. ആദ്യം ഞങ്ങൾ പമ്പിൽ പോയി എണ്ണ അടിച്ചു. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരനെ കണ്ടു. പിന്നെ കുറച്ച് നേരം ചേട്ടനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. പിന്നെ അടുത്ത മാമ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ യാത്ര തിരിച്ചു. ഞങ്ങൾ പോയത് കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ആ റോഡ് വഴിയാണ്. കാരണം സ്കൂൾ വിടുന്ന ടൈം ആയതുകൊണ്ട് മെയിൻ റോഡിൽ എന്തായാലും നല്ല ബ്ലോക്കാണെന്നറിയാം. അതുകൊണ്ട് ഈ വഴി പിടിച്ചു. ഭാഗ്യത്തിന് റെയിൽവേ ഗേറ്റ് തുറന്നു കിടന്ന്. സാധാരണ ഞങ്ങൾ എപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാലും ഗേറ്റ് അടവും ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെ. ബട്ട് ഇപ്രാവശ്യം എന്തായാലും രക്ഷപ്പെട്ടു. ഒട്ടും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സ്മൂത്തായിട്ട് റെയിൽവേ ഗേറ്റൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങളങ്ങനെ ഓരോ മമ്മരൊക്കെ പോകുന്നതും കാറുകളൊക്കെ പോകുന്നതൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ അവരൊക്കെ നിന്ന് നോക്കും ഇതെന്താ ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പള്ളിയിലോട്ട് എത്തിയേക്കാണ്. ഇവിടെ വന്നപ്പോഴറിയുന്നത് ഇവിടുത്തെ പെരുന്നാളാവാറായി. പിന്നെ അടുത്ത മാസം ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. റോഡ് ഫുള്ളും ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങ് അകത്തോട്ട് കയറി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഫുഡ് ഫെസ്റ്റിനുള്ള ഷോപ്പുകളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിലൊരു വലിയ സ്റ്റേജാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങളിവിടെ മെയിനായിട്ട് വരാൻ കാരണം ഒരു റീൽസ് കണ്ടിട്ടാണ്. എന്താണെന്നറിയണ്ടേ, വെട്ടുകാട് ചർച്ചിൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരു മ്യൂസിയം തുടങ്ങി. അപ്പോൾ അതും കൂടി കാണാനായിട്ടാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് വന്നത്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ചേട്ടനെ കാണാനില്ല. നോക്കിയപ്പോൾ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും തിരക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതായി കാണുന്നതൊക്കെ അവിടുത്തെ ഫുഡ് സ്റ്റോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇനിയാണ് മെയിൻ കാര്യം, നമ്മൾ വന്നത് ഇവിടുത്തെ ഈ ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വീഡിയോസ് എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാടൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് തന്നെ പ്രെയർ ഹോളും എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ വലിയ പള്ളിയിൽ പോയി കുറേ നേരം അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ അവിടുത്തെ ബീച്ചിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ആ കടലും കണ്ട് അവിടെയുള്ള കുറച്ച് കപ്പിൾസിനെയൊക്കെ കണ്ട് പിന്നെ സന്ധ്യ ആവാറായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് കരുതി. ഞങ്ങൾ വന്ന വഴിയല്ല, ഞങ്ങൾ തിരിച്ച് കഴക്കൂട്ടം റോഡ് കയറാമെന്ന് വിചാരിച്ചത്. പക്ഷേ നല്ല രീതിയിൽ പണി കിട്ടി. കാരണം ഗേറ്റ് ലോക്ക് ടൈമായിരുന്നു. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ അവിടുത്തെ ഗേറ്റിൽ പെട്ട് കിടന്നു. അതിനുശേഷം കഴക്കൂട്ടത്തെ നൈറ്റ് ലൈഫൊക്കെ ആസ്വദിച്ചു. ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല ഒരു എന്താ പറയുക പ്രത്യേക വൈബായിരുന്നു. അങ്ങനെ ആ വൈബിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.